ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു മുഹമ്മദ് മുസ്തഖീം എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നത്. അയാൾക്കൊരു മകളുണ്ടായിരുന്നു. റുക്സാർ രജപുത്ത് എന്നായിരുന്നു അവരുടെ പേര്. 30 വയസ്സായിരുന്നു പ്രായം. ഡൽഹിയിൽ ദ്വാരകയിൽ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഈ റുക്സാറിന്റെ അച്ഛൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആള് യു.പിയിൽ തുണിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കി നടത്തിയിരുന്നത്. ഫാമിലിയുമായിട്ട് മാറിയായിരുന്നു താമസിച്ചിരുന്നതെന്നുണ്ടെങ്കിലും നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഡെയിലി ബേസിസിൽ വിളിക്കാറും മറ്റൊക്കെ പതിവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഏപ്രിൽ 3, 2024 റുക്സാറിന്റെ അച്ഛന് ഇതുപോലൊരു കോള് വരുന്നത്. ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 3:30 സമയമൊക്കെ ആയപ്പോഴത്തേനായിരിക്കും റുക്സാറിന്റെ കോള് അച്ഛന് വന്നിട്ടുണ്ടായിരുന്നത്. ആ കോളിൽ എന്തൊക്കെയോ വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ആ കോള് കട്ടായി പോയി. പിന്നീട് എത്രയൊക്കെ ഫോണിൽ ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചെന്നുണ്ടെങ്കിലും അതിന് ആളെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ ഈ മുസ്തഖീം ആകെപ്പാടെ പാനിക്കായി നേരെ മീററ്റിൽ നിന്ന് ദ്വാരകയിൽ മകൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലോട്ട് പോവുകയാണ്. രാത്രി 10:30 സമയമൊക്കെ ആയപ്പോഴത്തേനും ആളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആള് കുറച്ച് റിലേറ്റീവ്സിനെയും കൊണ്ടാണ്ടോ അങ്ങോട്ട് പോയത്. അവിടെ എത്തി അപ്പാർട്ട്മെന്റ് ഡോറിൽ തട്ടിയിട്ടും അതുപോലെ തന്നെ കോളിംഗ് ബെൽ അടിച്ചിട്ടൊന്നും അകത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അപ്പാർട്ട്മെന്റിന്റെ സ്പെയർ കീ വെക്കുന്ന സ്ഥലം ആൾക്കറിയായിരുന്നു. അവിടെ പോയി സ്പെയർ കീ എടുത്ത് അപ്പാർട്ട്മെന്റ് തുറന്ന് അവരെല്ലാവരും അകത്തോട്ട് കയറുകയാണ്. വീടിൻ്റെ അകത്തോട്ട് കയറി നോക്കുമ്പോൾ എന്തൊക്കെയോ ചിന്നിച്ചിതിരി കിടക്കുന്ന പോലെയൊക്കെ ഉണ്ട്. അതായത് ഒന്നും പ്രോപ്പറല്ല. അപ്പോൾ കള്ളന്മാരെന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം അവർക്ക് ഉണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ തൻ്റെ മകൾ തന്നെ എന്തെങ്കിലും വെപ്രാളത്തിൽ പെട്ടെന്ന് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് എന്തോ അപകടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണോ എന്നുള്ളൊരു തോട്ടും ആൾക്ക് പോയി. അങ്ങനെ ഡ്രസ്സും മറ്റും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കബോർഡുകളായിട്ട് ആൾ ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവിടുത്തെ ഏറ്റവും വലിയൊരു കബോർഡ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച ആൾ കാണുന്നത്. തൻ്റെ മകൾ ആ ഒരു കബോർഡിൻ്റെ അകത്ത് ഇരിക്കുന്നൊരു കാഴ്ചയായിരുന്നു അത്. എന്നാൽ ആ ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ദേഹത്ത് 10ലേറെ ഇഞ്ചുറികൾ ഉണ്ടായിരുന്നു. കഴുത്തിലൊരു പാടും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ അപ്പാർട്ട്മെൻറ്റിൽ എന്താണ് സംഭവിച്ചത്? ആരാണ് ഇവരെ കൊലപ്പെടുത്തി ആ ഒരു കബോർഡിനുള്ളിലാക്കിയത്? പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് സോൾവ് ചെയ്തത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഈ ഒരു കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ മുസ്തഖീം തകർന്നു പോവുകയായിരുന്നു. ഉടനെ തന്നെ അവർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസുകാർ സ്ഥലത്തോട്ടെത്തി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അപ്പോഴത്തേനും ഫോറൻസിക് ടീമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫുട് പ്രിന്റ്, ഫിംഗർ പ്രിന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്തു. ബോഡിയാണെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു. പോലീസുകാർ ക്വസ്റ്റ്യനിങ് സ്റ്റാർട്ട് ചെയ്തത് മുസ്തഖീമിൽ നിന്നാണ്. എന്തിനാണ് നിങ്ങളുടെ മകൾ ഇവിടെ വന്ന് നിൽക്കുന്നത്? ആരുടെ ഒപ്പമാണ് നിൽക്കുന്നത്? അതുപോലെ തന്നെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഈ ഒരു മുസ്തഖീം കഥ പറഞ്ഞു തുടങ്ങി. ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിയുന്നത് 2017 മുഹമ്മദ് മുഹസിൻ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ടായിരുന്നു വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. 2018 റുക്സാറിന് ഒരു മകൾ പിറക്കുകയാണ്. എന്നാൽ ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവുകയും ചെയ്തു. അതിന് ശേഷമാണ് ഈ റുക്സാർ നേരെ സൂറത്തിലോട്ട് പോകുന്നത്. അവിടെ എത്തിയിട്ട് ഒരു സ്പാ, അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടത്തി വരികയായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്താണ് വിപുൽ ടൈലർ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വിപുൽ ടൈലറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ആ ഒരു നാട്ടുകാരനൊക്കെ തന്നെയായിരുന്നു. ഇവരുടെ പരിചയം പിന്നീട് വലിയൊരു അടുപ്പമായിട്ട് മാറുകയും പിന്നീട് അതൊരു പ്രണയമായിട്ട് മാറുകയും ചെയ്തു. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലി ഇതറിഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വിവാഹം കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഇവരങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഇവർ രണ്ടുപേരും കൂടെ ദ്വാരകയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് EMIയിൽ വാങ്ങുന്നത്. അങ്ങനെ ലൈഫ് പോകുന്നതിൻ്റെ ഇടയിലാണ് ഏപ്രിൽ 3, 2024 ഇതേപോലെ തന്നെ റുക്സാർ പാനിക്കായിട്ട് മുസ്തഖീമിനെ വിളിക്കുന്നതും അതിനുശേഷം ആൾ തിരിച്ചിങ്ങോട്ട് കോൾ ട്രൈ ചെയ്യുന്നതും. കുറേ നേരം റിങ് ചെയ്തു. ആളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 8:30 ടൈമൊക്കെ ആയപ്പോഴത്തേനും ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പട പാനിക്കായിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചയും മറ്റും കാണുന്നത്. അപ്പോൾ വല്ല കള്ളന്മാർ കയറിയതായിരിക്കാം എന്നുള്ളൊരു അസംഷനിലോട്ടാണ് ആദ്യം പോലീസുകാർ എത്തിയത്. അപ്പോൾ റുക്സാറിൻ്റെ ഗതി ഇതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ആളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാനായിട്ട് പോലീസുകാർ ആ അപ്പാർട്ട്മെന്റ് മുഴുവൻ അയാളെ സെർച്ച് ചെയ്യുകയാണ്. എങ്ങനെയൊക്കെ നോക്കിയിട്ടും വിപുലിനെ പോലീസുകാർക്ക് ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ അകത്ത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ CCTV ഫുട്ടേജസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പാർട്ട്മെന്റിലെ. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 9 മണി ടൈമൊക്കെ ആയപ്പോൾ ആള് തൻ്റെ സിയാസ് കാറിൽ ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് പോകുന്നതായിട്ട് പോലീസിന് മനസ്സിലാവുകയാണ് ഉണ്ടായത്. അങ്ങനെ പോലീസുകാർ വിപുലിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ആൾ അത്ര നിസാരക്കാരനല്ല എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായി. ആൾക്കെതിരെ ഓൾറെഡി സൂറത്തിൽ കുറച്ച് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രഗ് ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കേസായിരുന്നു. അങ്ങനെയുള്ള കേസിൽ ആൾ തിഹാർ ജയിലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ അവിടെ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ കൂടി ഇതേപോലെ തന്നെ വേറൊരാളെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറ്റംപ്റ്റ് ടു മർഡർ ജയിലിൻ്റെ അകത്ത് ആ ഒരു കേസും കൂടെ മൂപ്പരുടെ തലയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ആൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെ ഇടയിൽ പരോളിൽ ഇറങ്ങിയിട്ടാണ്
ഈ ദ്വാരകയിലോട്ട് അവർ വരുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ആൾ മുങ്ങിയതായിരുന്നു. അപ്പോൾ പോലീസുകാർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ആളുകളുടെ സ്വന്തം നാട്ടിലോട്ട് മുങ്ങിയിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യം അസ്യൂം ചെയ്തുകൊണ്ട് പോലീസുകാർ ആ ഹൈവേ കംപ്ലീറ്റ് അരിച്ചു വർക്കാണ്. അതായത് ആ ഒരു ഹൈവേയിലുള്ള CCTVയും കാര്യങ്ങളും അതുപോലെ തന്നെ ടോൾ ഗേറ്റിലത്തെ CCTV തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ അരിച്ചു വർക്കാണ്. അപ്പോൾ ഉദയ്പൂർ വഴിയായിരിക്കണമല്ലോ സൂറത്തിലോട്ട് പോകേണ്ടത്. അപ്പോൾ നോക്കുന്ന ആ ഒരു ടൈമിൽ പോലീസുകാർക്ക് ഈ ഒരു ഉദയ്പൂർ കഴിഞ്ഞിട്ട് ഇയാളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇയാളുടെ കാറും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പോലീസുകാർ ചിന്തിച്ചത് ഇത് കഴിഞ്ഞിട്ട് ഇയാൾ മിസ്സായിട്ടുണ്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഹോൾട്ട് ചെയ്തിട്ടുണ്ടാവും, ഇല്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പെട്രോളിംഗ് ടീമിന് ഇതേപോലെ തന്നെ ഒരു ഇൻഫോർമേഷനും കാര്യങ്ങളും കൊടുക്കുകയാണ്. ഇത്തരത്തിൽ വല്ല ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയുള്ളൊരു കാറ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവരങ്ങനെ അന്വേഷിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് പോലീസിന് ഒരു ഇൻഫോർമേഷൻ ലഭിക്കുന്നത്. ഈ സിയാസ് കാർ ഒരു പോസ്റ്റിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആൾക്ക് വലിയ പരിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും പബ്ലിക് ആംബുലൻസിനെ വിളിച്ചിട്ട് ആളെ നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി എന്നുള്ളൊരു ഇൻഫോർമേഷൻ ആയിരുന്നു പോലീസിന് ലഭിച്ചത്. അങ്ങനെ പോലീസുകാർ ആ ഒരു ആംബുലൻസ് ഡ്രൈവറെ കണ്ടെത്തുകയായിരുന്നു. ആളോട് ചോദിച്ചപ്പോൾ ആൾ വേറൊരു സ്റ്റോറിയാണ് പറഞ്ഞത്. അതായത് ഇതേപോലെ തന്നെ ഇവിടെ നിന്നാളെ ആംബുലൻസിൽ കയറ്റി പോകുന്നതിൻ്റെ ഇടയിൽ ആൾ ഈ ആംബുലൻസ് ഡ്രൈവറായിട്ട് സംസാരിക്കുകയാണ്. അതായത് എനിക്ക് വലിയ പരിക്കും കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ കയ്യിൽ പൈസയില്ല, എന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു ആശുപത്രിയിലോട്ട് കൊണ്ടുപോകണ്ട, എനിക്കൊരു പ്രൈവറ്റ് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തന്നാൽ മതി, എനിക്ക് സൂറത്തിലോട്ട് പോകാം, സൂറത്തിൽ എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും ഉണ്ട്, അവിടെ അപ്പോൾ എൻ്റെ കയ്യിൽ പൈസയും ആളുകളെല്ലാവരും ഉണ്ടാവും, അപ്പോൾ എനിക്കിപ്പോൾ വലിയ പരിക്കില്ലല്ലോ, എമർജൻസി ഇല്ലല്ലോ, അതായത് എനിക്ക് വേറെ പ്രൈവറ്റ് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തന്നാൽ മതിയെന്ന് ഈ ആംബുലൻസ് ഡ്രൈവറുടെ അടുത്ത് പറയുകയാണ്. ഇയാൾ പറഞ്ഞതുപോലെ തന്നെ വേറെ ഒരു ആംബുലൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുകയും ചെയ്തു. ആ ഒരു ആംബുലൻസിൽ കയറിയിട്ട് ആൾ ഇതേപോലെ തന്നെ സൂറത്തിലോട്ട് യാത്ര തിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്റ്റോറി ഈ ആംബുലൻസ് ഡ്രൈവർ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ പോലീസുകാർക്ക് കാര്യങ്ങളുടെ കിടപ്പോശൊക്കെ ഏകദേശം മനസ്സിലായി. അങ്ങനെ ഇയാളുടെ അടുത്ത് നിന്ന് നമ്പർ വാങ്ങിയിട്ട് ആ പ്രൈവറ്റ് ആംബുലൻസിൻ്റെ ഡ്രൈവറെ വിളിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് പറഞ്ഞു, പോലീസാണ് വിളിക്കുന്നത്, നിങ്ങൾ പാനിക്കാവൊന്നും വേണ്ട, ആ ആംബുലൻസിലുള്ളത് ഒരു കുറ്റവാളിയാണെന്ന് ഞങ്ങൾ സംശയിക്കുന്ന ഒരാളാണ്, അപ്പോൾ നിങ്ങൾ എവിടെയാണുള്ളത്, ലൊക്കേഷൻ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയാണ്. പിന്നെ വീട്ടുകാരോട് സംസാരിക്കുന്നതോ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുന്നത് പോലെ ഉത്തരം പറഞ്ഞാൽ മതി എന്നുള്ള കാര്യം കൂടെ പോലീസുകാർ പറഞ്ഞു. അപ്പോൾ ആൾ ഏത് റൂട്ടാണ് പോകുന്നത്, അതുപോലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പോൾ എവിടെയുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പോലീസിന് ഷെയർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ പോലീസുകാരോട് പറഞ്ഞു, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്ലോയിലും പോകാമെന്നുള്ള രീതിയിൽ ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഈ വിപുൽ എന്താ ചെയ്യുന്നത് എന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ ആൾ ആംബുലൻസിൽ കിടന്ന് ഉറങ്ങുകയാണെന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ഡ്രൈവർ മറുപടി പറഞ്ഞിട്ടുണ്ടായത്. അടുത്തതായിട്ട് പോലീസുകാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള പോലീസിനെ കോൺടാക്ട് ചെയ്തു. അവർക്ക് ഈ ഇൻഫോർമേഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തു. ആ പോലീസുകാരെ നേരെ ചേസ് ചെയ്ത് ആ ഒരു ആംബുലൻസ് പിടികൂടുകയായിരുന്നു. അതിനുള്ളിൽ നിന്ന് വിപുൽ ടൈലറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തു വരുന്നത്. ഈ റുക്സാറിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവരൊരു സ്പായും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നല്ലോ, അവിടെ പ്രോസ്റ്റിറ്റ്യൂഷനും മറ്റൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷൻ്റെ പുറത്ത് പോലീസുകാർ റെയ്ഡ് നടത്തുകയും അവരെ 22 സ്ത്രീകളെയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു അവർ. ഇയാളുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇയാളും ജയിലിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഓൾറെഡി അത് ജയിലിൽ പോയിട്ട് പിന്നെ അവിടെ ഒരു വധശ്രമം കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഇടയിൽ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു ഇയാൾ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പേടി ഉണ്ടായിരുന്നു, വീണ്ടും ജയിലിലോട്ട് പോകേണ്ടി വരുമോ എന്നുള്ള കാര്യം. അങ്ങനെയാണ് ഇവർ അവിടെ നിന്ന് നേരെ മുങ്ങി ഡൽഹിയിലെ ദ്വാരകയിൽ വന്നിങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്നത്. അപ്പോൾ ഈ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 7 ലക്ഷം രൂപ ഇട്ടു എന്നാണ് പറയുന്നത്. ഇയാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയും കൂടി ഇട്ടു. അതിനുശേഷം EMIക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തു. 35 ലക്ഷം രൂപ എന്തോ ലോണും കാര്യങ്ങളൊക്കെ എടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൻ്റെ പേരിലും പല കാര്യങ്ങൾക്കിടയിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ആ ഒരു സമയത്ത് ഈ ഒരു റുക്സാർ ഈ വിപുലിൻ്റെ അടുത്ത് തന്നെ കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ പേരിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അയാളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇവർക്കിടയിൽ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അത്തരത്തിലുള്ളൊരു പ്രശ്നമായിരുന്നു ഏപ്രിൽ 3-ാം തീയതി ഉണ്ടായത്. അന്നത്തെ ദിവസം ഈ വിപുലിന് നല്ല രീതിയിൽ ദേഷ്യം വരികയായിരുന്നു. ഈ ഒരു സ്ത്രീയുടെ കഴുത്ത് ഞെരിക്കുകയും ചെയ്തു, എന്താ പറയുക, കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ആ ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ട് ആൾക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കടന്നു കളയാനായിരുന്നു ആൾ ശ്രമിച്ചത്. അങ്ങനെ ആ ഒരു സ്ത്രീയുടെ ബോഡി ആ കബോർഡിലാക്കിയിട്ട് അവിടെ നിന്ന് തൻ്റെ കാറിൽ സൂറത്തിലോട്ട് ആൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഓൺ ദ വേ അയാളെ പോലീസ് പിടികൂടുക തന്നെ ചെയ്തു. പിന്നീട് ആ ഒരു ക്രൈം സീനിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ എന്തൊക്കെയാണ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്യിപ്പിച്ച് കാണിപ്പിക്കുകയാണ് ഉണ്ടായത് ആളെ കൊണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ പേരിൽ ഇപ്പോൾ ഒരു കേസ് കൂടെ ആയിന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എന്താ പറയുക, വിധിയും കാര്യങ്ങളൊക്കെ ഇനി എത്ര വർഷം കഴിയും, എങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്. അതൊക്കെ ഇനി എന്താവുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് കരുതുന്നത്, ഈ ഒരു കേസിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണ്, ഏത് തരത്തിലുള്ളൊരു ശിക്ഷയായിരിക്കും അയാൾക്ക് കിട്ടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്?
അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് അതൊക്കെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.